എടി ശരണ്ട കൊച്ചിന്റെ പേര് കേട്ടാ? കനാൽ. കനലാ? കനലല്ല, കനാൽ. എന്തൊക്കെ പേരല്ലേ? ദേവനന്ദ എങ്ങനുണ്ട്? അത് കൊള്ളാം. നമുക്കൊരു പെങ്കൊച്ചുണ്ടാവുമ്പോ ദേവനന്ദാന്ന് പേരിട്ടാലോ? അയ്യ, ഒരിളക്കം. കുടുംബക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, നന്ദൂട്ടന്റെ ഭാര്യയ്ക്ക് ഇതൊരു വിശേഷം ഒന്നും ആയില്ലേന്ന്. LDC റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയപ്പോഴേ കിട്ടുന്ന ഉറപ്പുണ്ടായ ജോലി പോയി എന്നൊരു വിശേഷം ഉണ്ടെന്ന് അവരോട് പറഞ്ഞാൽ മതി. എടി ഇപ്പൊ നോക്കിയാൽ നമുക്ക് 2 വർഷത്തിനുള്ളിൽ ബേബി ഓൺ ബോർഡൊക്കെ ആവുള്ളൂ. നന്ദൂന് എന്താ മറവി ഉണ്ടോ? ഇല്ല. കല്യാണത്തിന് മുന്നേ കുഞ്ഞിനെ പറ്റി നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ, നമുക്ക് സെറ്റിലായി കഴിഞ്ഞാൽ മതി കുട്ടികളെന്നുള്ളതല്ലേ. അതിപ്പോ ആയല്ലോ. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്. പിന്നെന്താ പ്രശ്നം? ഈ വീട് ആരുടെയാ? അല്ല, ഈ ഇളയ മോനുള്ളതല്ലേ കുടുംബ വീട്. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ? നാളെ ചേട്ടൻ ഷെയർ ചോദിച്ചു വന്നാ? പുള്ളി അങ്ങനെ ചെയ്തു. പിന്നെ വിറകിന് വേണ്ടി ഇടിവെട്ടിയ തെങ്ങ് മുറിച്ചപ്പോ അതീന്ന് ഷെയർ ചോദിച്ച ആളാ നിങ്ങളെ ഏട്ടൻ. കാറിന്റെ EMI ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. അല്ല, EMIയും കുഞ്ഞു തമ്മിൽ എന്താ ബന്ധം? സ്വന്തമായിട്ട് ഒരു കാറ്, അത് നമ്മൾ ലിസ്റ്റിലെ 2ാമത്തെ കാര്യമാണ്. അപ്പോഴും സ്വന്തം. അതാണ് എൻ്റെ പോയിന്റ്. ഈ EMI അടച്ചു തീരുന്നത് വരെ ഇത് നമ്മുടെ സ്വന്തം ആയിട്ടില്ല. ഇതൊക്കെ വെറുതെ മുട്ടാപ്പോക്കിനായെന്നുള്ള പേര്. അല്ല നന്ദു, ജോലിയിൽ നല്ല പ്രഷർ ഉണ്ടെന്നു അത് ഏത് സമയത്ത് റിസൈൻ ചെയ്യുന്നു നീ തന്നെയല്ലേ പറഞ്ഞത്. അപ്പം പിന്നെ അതിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇരിക്കെ നന്ദു, ഇപ്പം അമ്മയാവാൻ ഞാൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല. എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയണ്ട. മൂഡ് സ്വിങ്സും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വേറെയും. അതുകൊണ്ട് എന്താ ലോകത്താരും പ്രസവിക്കുന്നില്ല? അങ്ങനെയല്ല, ഉണ്ട്. പക്ഷെ എത്ര പേരോട് അവരുടെ ഭർത്താക്കന്മാരുടെ അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഫുള്ളി ഓക്കെ ആയിട്ടൊന്നും അല്ലടോ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും പ്രസവിക്കുന്നത്. നന്ദു, എനിക്ക് നിന്നെ അറിയാം. നിനക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല. എനിക്ക് ഇനിയും നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, കുറേ യാത്രകൾ പോകണം, ഇനിയും മനസ്സിലാക്കണം. നന്നായി നോക്കാൻ പറ്റുന്ന ഉറപ്പില്ലാതെ ആ കുഞ്ഞിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി പ്രസവിക്കാൻ ഇപ്പം എനിക്ക് പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം ഞാൻ അതിന് ഓക്കെ അല്ല. പിന്നെ ഈ പാരൻറ്റിങ് അത്ര എളുപ്പമല്ല കേട്ടോ. ഇനിയൊരു ദേവനന്ദ വന്നൂടാന്നും പറയാൻ പറ്റില്ല. ഇനി അഥവാ ഒരു ആൺകുട്ടിയാണെങ്കിൽ അതിനുള്ള പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതുവരെ നീ എൻ്റെ കുഞ്ഞ്, ഞാൻ നിൻ്റെ കുഞ്ഞ്.